നമ്മുടെ ദൈവം ആരാണ്? അതാണ് ചോദ്യം. നമ്മുടെ ദൈവം നമ്മുടെ രക്ഷിതാവാണ്. ദൈവം ആരാണ്? നമ്മുടെ രക്ഷിതാവാണ്. നമ്മളെ രക്ഷിക്കുന്നവനാണ് നമ്മുടെ ദൈവം. യേശുക്രിസ്തു ജനിച്ചപ്പോൾ യേശുവിന്റെ പേരിടുന്ന സന്ദർഭം വന്നപ്പോൾ യോസെഫിനോട് ദൈവദൂതൻ എന്താ പറഞ്ഞത്? അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്ക കൊണ്ട് നീ അവന് യേശുവെന്ന് പേരിടണം. അപ്പൊ യേശു എന്ന പേരിന്റെ അർത്ഥം എന്താണ്? രക്ഷിതാവ്. അവൻ പാപത്തിൽ നിന്ന് രക്ഷിക്കുന്ന രക്ഷിതാവാണ്. നമ്മുടെ പാപങ്ങൾ കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കുന്ന രക്ഷിതാവ്, നമ്മുടെ അകൃത്യങ്ങളെ ക്ഷമിക്കുന്ന രക്ഷിതാവ്. പാപങ്ങളിൽ നിന്ന് മാത്രമല്ല രക്ഷിക്കുന്നത്, രോഗങ്ങളിൽ നിന്ന് വിടുവിക്കുന്ന രക്ഷിതാവാണ്. നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്ന് വിടുവിക്കുന്ന രക്ഷിതാവാണ്. നമ്മുടെ ദുഃഖങ്ങളിൽ നിന്ന്, നമ്മുടെ ഭാരങ്ങളിൽ നിന്ന്, നീറുന്ന വിഷയങ്ങളിൽ നിന്ന് അത്ഭുതകരമായി വഴി തുറന്ന് പുറത്തു കൊണ്ടുവരുവാൻ മതിയായ ഒരു രക്ഷിതാവാണ് കർത്താവായ യേശു ക്രിസ്തു. യേശു എങ്ങനെ നമ്മുടെ രക്ഷിതാവായി? അവൻ നമുക്ക് പകരം കാൽവരി കുരിശിൽ തന്റെ ജീവൻ വെച്ചു കളഞ്ഞു. യേശു തന്റെ ജീവൻ അർപ്പിച്ചതിലൂടെയാണ് അവൻ നമ്മുടെ രക്ഷിതാവായി മാറിയത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം, നമ്മൾ ആരാധിക്കുന്ന ദൈവം, നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവം, നമ്മൾ സ്തുതിക്കുന്ന ദൈവം നമ്മുടെ രക്ഷിതാവാണ് എന്നറിയുന്നതിൽ എത്രമാത്രം നാം അഭിമാനം കൊള്ളണം, എത്രമാത്രം നാം ദൈവത്തെ പുകഴ്ത്തണം, എത്രമാത്രം ദൈവത്തെ നമ്മൾ സ്തുതിക്കണം. നമുക്കൊരു വിഷയം വന്നാൽ ഈ രക്ഷിതാവായ ദൈവം ഇടപെടും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പോയിന്റ്. നമ്മുടെ ദൈവം നമ്മുടെ രക്ഷിതാവാണ്. നമുക്കൊരു പ്രശ്നം വരട്ടെ, ഒരു പ്രതികൂലം വരട്ടെ, ഈ ദൈവം ഇടപെടും. ഈ ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വരും. ഈ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ഈ ദൈവം നമ്മളെ രക്ഷിച്ചു പുറത്തു കൊണ്ടുവരും. നമ്മുടെ ദൈവം രക്ഷിതാവാണ്. രണ്ടാമത്തെ കാര്യം എന്താണ്? ദൈവം ഭോഷ്കില്ലാത്തവനാണ്. നമ്മുടെയൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു താൽക്കാലിക ലാഭത്തിനു വേണ്ടി ചിലപ്പോൾ ചില നുണകളൊക്കെ പറയാൻ സാധ്യതയുണ്ട്, ഇല്ലേ? ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി, താൽക്കാലികമായ ചില കാര്യങ്ങൾ കൈപ്പിടിയിൽ ഒതുക്കുവാൻ മനുഷ്യരായിരിക്കുന്ന നമ്മൾ എന്തെങ്കിലുമൊക്കെ കള്ളം പറയാൻ, ഭോഷ്ക് പറയുവാൻ സാധ്യതയുണ്ട്. വചനം എന്താ പറയുന്നത്? ഭോഷ്ക് പറയുന്നവനാണ് പിശാച്. ആ ഭോഷ്കിന്റെ പുറകെ നമ്മൾ ആരും പോകാൻ പാടില്ല. ഭോഷ്ക് പറയുന്നവരുടെ അതര അടഞ്ഞു പോകും എന്നാണ് തിരുവചനം പറയുന്നത്. എന്തെല്ലാം പ്രശ്നങ്ങൾ പ്രിയപ്പെട്ടവരെ നമുക്ക് നേരിടേണ്ടി വന്നാലും, തീച്ചൂളയിലൂടെ പോകേണ്ടി വന്നാലും, കഷ്ടങ്ങൾ അനുഭവിക്കേണ്ടി വന്നാലും, എന്തെല്ലാം പ്രതികൂലത്തിന്റെ നീറുന്ന അനുഭവത്തിലൂടെ പോകേണ്ടി വന്നാലും, നമ്മുടെ ലാഭങ്ങളൊക്കെ നഷ്ടപ്പെടേണ്ടി വന്നാലും നുണ പറയരുത്, ഭോഷ്ക് പറയരുത്, കള്ളം പറയരുത്. നമ്മുടെ ദൈവം ആരാണ്? ഭോഷ്കില്ലാത്ത ദൈവമാണ്. അപ്പോൾ ആ കർത്താവിനെ അനുഗമിക്കുന്ന, പിന്തുടരുന്ന നമ്മളും ഭോഷ്ക് പറയുന്നവരാകരുത്. നമ്മളൊരു നുണ പറഞ്ഞാൽ ആ നുണയെ ശരിയാക്കാൻ നമ്മൾ 1000 നുണകൾ പറയേണ്ടി വരും. ഈ 1000 നുണകൾ നമ്മൾ ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞാലും പ്രിയപ്പെട്ടവരെ, ആ നുണ സത്യമാകോ? ഒരിക്കലുമില്ല. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ പറഞ്ഞ നുണകളെല്ലാം നുണയാണെന്ന് പുറത്തു വരും. അത് നമ്മൾ ചിന്തിക്കണം. നമ്മുടെ ദൈവം സത്യത്തിന്റെ ദൈവമാണ്, ഭോഷ്കില്ലാത്ത ദൈവമാണ്. യേശു എപ്പോഴും പറഞ്ഞെന്താണ്?
സത്യം സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പൊ സത്യം, ക്രിസ്തു എന്ന് പറഞ്ഞാൽ സത്യമാണ്. യേശു പറഞ്ഞല്ലോ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. യേശു സത്യമാണ്. അപ്പോൾ ആ സത്യദൈവത്തെ അനുഗമിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും സത്യസന്ധരായിരിക്കണം. എല്ലാ വിഷയത്തോടുള്ള ബന്ധത്തിലും സത്യസന്ധരായിരിക്കണം. അപ്പോഴാണ് ഭോഷ്കില്ലാത്ത ദൈവം നമ്മുടെ ദൈവമായി മാറുന്നത്. ദൈവം ആരാണ്? പിതാവായ ദൈവമാണ്. ദൈവം നമ്മുടെ പിതാവാണ്. നമ്മുടെ പിതാക്കന്മാരെ നമുക്ക് എന്ത് ഇഷ്ടമാണ്? നമ്മുടെ അപ്പന്മാരെ നമുക്ക് ഇഷ്ടമല്ലേ? ഇഷ്ടമല്ലേ? നമ്മുടെ പിതാക്കന്മാരെ അല്ലേ? നമ്മുടെ വീട്ടിലൊരു കാർന്നോരുണ്ടെങ്കിൽ, ഒരു കാർന്നോത്തി ഉണ്ടെങ്കിൽ, പ്രായമായ അപ്പനോ അമ്മയോ ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ ഒരു ഐശ്വര്യമാണ് ആ വീടിന്, ഇല്ലേ? ഒരു ഐശ്വര്യമാണ്. ഒരാളും ആ വീട്ടിൽ വരാൻ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്കെതിരായിട്ട് സംസാരിക്കാൻ തയ്യാറാവില്ല. കാരണം പ്രായമുള്ള കാർന്നോന്മാരവിടെ വീട്ടിലിരിപ്പുണ്ട്. അവർ ചോദിക്കും. കുട്ടികൾക്കും പേടിയായിരിക്കും. എന്ത് ചെയ്യുമ്പോഴും ഒരു വാക്കെങ്കിലും അവർ ചോദിക്കും. എന്നിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല, വീട്ടിലെ മറ്റുള്ളവർക്കെല്ലാം ഒരു ധൈര്യമാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പനുണ്ട്, എൻ്റെ അമ്മയുണ്ട്, ഒരു ധൈര്യമാണ്. ഈ അപ്പനും അമ്മയൊക്കെ ഒന്ന് നമുക്ക് നഷ്ടപ്പെടട്ടെ, അപ്പോഴാണ് ആ ശൂന്യത നമ്മൾ അറിയുന്നത്. ആ മുറിയിലേക്ക് നോക്കുമ്പോൾ, ആ സാഹചര്യം നോക്കുമ്പോൾ അവര് ഇല്ലല്ലോ, ഒരു പേടി പോലെ നമുക്ക് തോന്നും. പ്രിയപ്പെട്ടവരെ, ദൈവം ആരാണ്? എൻ്റെ നിങ്ങളുടെയും പിതാവാണ്. ദൈവത്തെ പിതാവെന്ന് അതിസംബോധന ചെയ്തുകൊണ്ടാണ് യേശു നമ്മളെ പഠിപ്പിച്ചത്, പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്. സ്വർഗത്തിലെ ദൈവം എൻ്റെ പിതാവാണ്, ഞാൻ അവന്റെ പുത്രനാണ് എന്നാണ് യേശു പഠിപ്പിച്ചത്. അപ്പോൾ പിതാവും പുത്രനും, പിതാവും പുത്രിയും തമ്മിലുള്ളൊരു ബന്ധമാണ് ദൈവവും നമ്മളും തമ്മിലുള്ള ബന്ധം. അല്ലാതെ സൃഷ്ടിയും സൃഷ്ടിതാവും തമ്മിലുള്ള ഒരു ബന്ധമല്ല. ദൈവം സൃഷ്ടിതാവാണ്, നമ്മൾ സൃഷ്ടികളാണ്, അത് ശരിയാണ്. അതിലും അപ്പുറമായിട്ട് നമുക്ക് സുഖം തോന്നുന്ന, സന്തോഷം പകരുന്ന ഒരു പ്രസ്താവനയാണ് എൻ്റെ ദൈവം എൻ്റെ പിതാവാണ്, ഞാൻ അവന്റെ മകനാണ്, മകളാണ്. അപ്പോൾ ആ പിതാവിന് നമ്മളോടുള്ള ബന്ധത്തിൽ എത്രമാത്രം സ്നേഹമായിരിക്കും. ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരെയും ദൈവം സ്നേഹിച്ചു. എങ്ങനെ സ്നേഹിച്ചത്? മനുഷ്യനെ അവന്റെ പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടി ദൈവത്തിന്റെ ഏകജാതനായ പുത്രനായ ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് ഒരു പരമയാഗമായി നമുക്ക് വേണ്ടി അർപ്പിക്കുവാൻ, വിട്ടുകൊടുക്കുവാൻ പിതാവായ ദൈവം ഏൽപ്പിച്ചു തന്നു. നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും ഒന്ന് വരട്ടെ, ഒരു പനി വരട്ടെ, ഒരു തലവേദന വരട്ടെ, ഒരു അസുഖം വരട്ടെ, നമുക്ക് എന്തുമാത്രം സങ്കടമാണെന്ന് അറിയാമോ? നമ്മുടെ കുട്ടികളെ ഒറ്റക്കൊരു സ്ഥലത്ത് വിടാൻ നമ്മൾ ഇഷ്ടപ്പെടില്ല, നമുക്ക് പേടിയാണ്. നമ്മുടെ മക്കളെ അത്രമാത്രം നമ്മൾ സ്നേഹിക്കുന്നു. അപ്പോൾ നമ്മൾ ഓർക്കണം, നമ്മൾ ദൈവമക്കളായിരിക്കും. നമ്മൾ യേശുക്രിസ്തുവിൽ ദൈവമക്കളായിരിക്കുന്ന നമ്മളെ പിതാവായ ദൈവം എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. ആ യാഥാർത്ഥ്യം നമ്മൾ അറിയണം. ദൈവം നമ്മുടെ പിതാവാണ്. നാലാമത്തെ പോയിന്റ്, ദൈവം ആരാണ്? ദൈവം മഹാദൈവമാണ്, ഗ്രേറ്റ് ഗോഡാണ്. ചില ആളുകൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നു, യേശു ഒരു കുട്ടി ദൈവമാണ്, ഒരു കൊച്ചു ദൈവമാണ്. പിതാവായ ദൈവം വലിയ ദൈവം, യേശു കുട്ടി ദൈവം. യേശു ഒരു കേവലം ഒരു സൃഷ്ടി, യേശു കേവലം ഒരു പ്രവാചകൻ മാത്രം, യേശു ദൈവത്തിൻ്റെ ഒരു ദൂതൻ മാത്രം.
യേശു സർവശക്തനായ ദൈവമല്ല, മഹാദൈവമല്ല എന്ന് പഠിപ്പിക്കുന്ന, പ്രസംഗിക്കുന്ന, പുസ്തകങ്ങൾ രചിക്കുന്ന അനേകായിരങ്ങൾ ഈ ഭൂമുഖത്തുണ്ട്. അവർക്കുള്ള മറുപടിയാണ് തീത്തോസിലൂടെ അപ്പോസ്തലനായ പൗലോസ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ കർത്താവ് ആരാണ്? കൊച്ചു ദൈവമല്ല, കുട്ടി ദൈവമല്ല, ഒരു സൃഷ്ടിയല്ല, കേവലം ഒരു പ്രവാചകൻ മാത്രമല്ല. മറിച്ച് എന്താണ്? നമ്മുടെ കർത്താവ്, നമ്മുടെ യേശുക്രിസ്തു ആരാണ്? മഹാദൈവമാണ്. ഗ്രേറ്റ് ഗോഡാണ് നമ്മുടെ കർത്താവ്. വ്യക്തമായിട്ട് തീത്തോസിന്റെ ലേഖനത്തിൽ പൗലോസ് എഴുതി വച്ചിരിക്കുകയാണ്, മഹാദൈവമായ കർത്താവ്. ഞാൻ പറയട്ടെ, ഈ മഹാദൈവത്തെ ആരാധിക്കുന്ന നമ്മൾ ഒരു കാര്യം ചിന്തിക്കണം. മഹാദൈവത്തിന് നമ്മുടെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ നൽകിത്തരാൻ വല്ല പ്രയാസമുണ്ടോ? വല്ല പ്രയാസമുണ്ടോ? നമ്മുടെ രോഗം മാറ്റാൻ, നമ്മുടെ വേദനകൾ മാറ്റാൻ, നമ്മുടെ ഭാരങ്ങൾ ഏറ്റെടുക്കുവാൻ, നമ്മുടെ ചോദ്യങ്ങൾക്ക് മറുപടി തരുവാൻ, നമ്മുടെ നീറുന്ന വിഷയങ്ങളിലേക്ക് ഇറങ്ങി വരുവാൻ, ലോകത്തിലെ മറ്റാരും നമ്മുടെ വിഷയങ്ങളിലേക്ക്, വേദനകളിലേക്ക് ഇറങ്ങി വരുവാൻ, നമ്മളുമായി ഒന്നായി തീരുവാൻ തയ്യാറാകാതെ മാറി നിൽക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഈ മഹാദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവമാണ്. യഹൂദ ബാലകന്മാരായ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവ്, ഈ 3 ബാലകന്മാർ ഈ മഹാദൈവത്തിനു വേണ്ടി ഒറ്റക്ക് നിൽക്കുകയാണ്. രാജാവും ആ രാജ്യത്തിലെ പ്രജകളെല്ലാവരും ഒരു വിഗ്രഹത്തിനു വേണ്ടി മാറി നിൽക്കുമ്പോൾ, ഈ 3 യഹൂദ ബാലകന്മാർ, ക്രിസ്തുവിന്റെ ദൈവത്തിന്റെ ഭക്തന്മാരായിരിക്കുന്ന ആ 3 ബാലകന്മാർ, അവര് പറഞ്ഞത്, നിന്റെ വിഗ്രഹത്തെ, നിന്റെ പ്രതിമയെ രാജാവേ ഞങ്ങൾ നമസ്കരിക്കില്ല. ഞങ്ങളുടെ ദൈവത്തിന് എരിയുന്ന തീച്ചൂളയിൽ നിന്ന് വിടുവിക്കാൻ കഴിയും. വിടുവിച്ചില്ലെങ്കിലും ഞങ്ങൾ ഞങ്ങളുടെ കർത്താവിനെ മാത്രമേ ആരാധിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അവർ തീച്ചൂളയിലേക്ക് പോയി. എന്താ സംഭവിച്ചത്? ആ തീച്ചൂളയിലേക്ക് ഈ മഹാദൈവം ഇറങ്ങി വന്നു. ദൈവം എവിടെയാ വസിക്കുന്നത്? സ്വർഗത്തിൽ വസിക്കുന്ന ദൈവമാണ്. സ്വർഗത്തിൽ വസിക്കുന്ന ദൈവം ഭൂമിയിലേക്ക് നോക്കിയപ്പോൾ എല്ലാവരും കേവലം ഒരു വിഗ്രഹത്തിന്റെ പുറകെ പോയപ്പോൾ തന്നെ ആരാധിക്കുന്ന 3 ബാലകന്മാർ, ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവ് എന്ന് 3 ബാലകന്മാർ ഒറ്റക്ക് അവർ എനിക്ക് വേണ്ടി നിൽക്കുന്നു, എന്റെ നാമത്തിനു വേണ്ടി നിൽക്കുന്നു, എന്റെ മഹത്വത്തിനു വേണ്ടി നിൽക്കുന്നു. അതാ അവിടെ ജീവൻ അർപ്പിച്ചുകൊണ്ട് അവർ തീച്ചൂളിലേക്ക് പോകാൻ തയ്യാറായിക്കൊണ്ട് നിൽക്കുന്നു കണ്ടപ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന് സ്വർഗത്തിൽ ഇരിക്കുവാൻ കഴിഞ്ഞില്ല. ആ സ്വർഗം വിട്ട് ദൈവം ഈ ബാലകന്മാരോടൊപ്പം ആ എരിയുന്ന തീച്ചൂളിലേക്ക് ഇറങ്ങി വന്ന് അവരെ രക്ഷിച്ചെങ്കിൽ ഇന്നു പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിലേക്ക് കർത്താവ് ഇറങ്ങി വന്ന് നിങ്ങളെ വിടുവിക്കുവാൻ മതിയായ ദൈവമാണ്. ഈ കർത്താവ് ആരാണ്? മഹാദൈവം. മനസ്സിൽ ഉറപ്പിച്ചുള്ള മഹാദൈവത്തിന്റെ മക്കളാണ് നമ്മൾ. ദൈവം ആരാ? യേശു ക്രിസ്തുവാണ്. അല്ല, ചില ആളുകൾ പറയുന്നത് പോലെ യേശുക്രിസ്തു ദൈവമല്ല എന്നൊന്നുമല്ല ഇവിടെ പറയുന്നത്. യേശുക്രിസ്തു ദൈവമാണ്. യോഹന്നാന്റെ സുവിശേഷം 1:1 നമ്മൾ പഠിക്കുമ്പോൾ അവിടെ എഴുതി വച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പോൾ പിതാവായ ദൈവത്തോടുകൂടെ ആദിയിൽ ഉണ്ടായിരുന്ന പുത്രനായ ദൈവമായിരുന്നു, വചനമായ ദൈവമാണ് യേശുക്രിസ്തു. അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ അതിന് പൂർണ്ണമായ ഉത്തരം കിട്ടി. വചനം ജഡമായി തീർന്നു. വേർഡ് became flesh. വചനം, ആദിയിൽ ദൈവത്തോടുകൂടെ ഉണ്ടായിരുന്ന ദൈവമായ വചനം നമുക്ക് വേണ്ടി ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുൻപ് ഒരു കന്യകയിലൂടെ ആ വചനമായ ദൈവം ഒരു മാംസമായി ഒരു ശരീരമെടുത്ത്
ഈ ഭൂമിയിലേക്ക് വന്നു. ഇപ്പൊ യേശു ക്രിസ്തു ആരാണ്? ദൈവമാണ്. ബൈബിളിലുടനീളം നമുക്കിത് കാണാൻ പറ്റും. യേശു സർവശക്തനായ ദൈവമാണ്. മരിച്ചവരെ ഉയർപ്പിക്കണമെങ്കിൽ അവൻ ആരായിരിക്കും? കടലിന്റെ മീതെ നടക്കണമെങ്കിൽ അവൻ ആരായിരിക്കും? 5 അപ്പം 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്നുവെങ്കിൽ അവരാരായിരിക്കും? യേശു ക്രിസ്തു സത്യദൈവമാണ്. യേശു ക്രിസ്തു സർവത്തിനു മീതെ ദൈവമാണ്. യേശു ക്രിസ്തു സകല ഹൃദയങ്ങളെയും അറിയുന്ന ദൈവമാണ്. പരീശന്മാർ യേശുവിനെ വിമർശിച്ചുകൊണ്ട് ചിന്തിച്ചപ്പോൾ അപ്പോൾ തന്നെ യേശു ഗ്രഹിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്താണ്? മാത്രമല്ല, ശമര്യക്കാരി സ്ത്രീ യേശുമായി സമ്പാദിച്ചപ്പോൾ യേശു എന്ന് പറഞ്ഞത്, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവനും ഭർത്താവ്. അവൾ ഞെട്ടിപ്പോയി. സകല ഹൃദയങ്ങളെയും അറിയുന്ന ദൈവം. 2 or 3 പേർ എന്റെ നാമത്തിൽ കൂടി വന്നാൽ ഞാൻ അവിടെ നടുവിലുണ്ട്. നമ്മുടെ നടുവിൽ ആര് വന്നിട്ടുണ്ട്? കർത്താവ് വന്നിട്ടുണ്ട്. യേശു ഇവിടെ വന്നിട്ടുണ്ട്. സർവവ്യാപിയായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹാസാന്നിധ്യം ഇന്ന് പകൽക്കാലം ഇവിടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ശക്തിയിൽ ആര് വിശ്വസിക്കുന്നുവോ, ആര് മുറുകെ പിടിക്കുന്നുവോ അവരോട് ഈ പകൽക്കാലം പറയട്ടെ, നിങ്ങൾക്ക് വിടുതലുണ്ട്, നിങ്ങൾക്ക് സൗഖ്യമുണ്ട്, നിങ്ങൾക്ക് ഉത്തരമുണ്ട്, നിങ്ങൾക്ക് നന്മയുണ്ട്, നിങ്ങൾക്ക് പുരോഗതിയുണ്ട്. നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ ഈ യേശു ക്രിസ്തുവിന് കഴിയും. നമ്മുടെ കർത്താവ് ആരാണ്? നമ്മുടെ ദൈവം ആരാണ്? യേശു ക്രിസ്തു. ഈ യേശുവിനെ ആരാധിക്കുവാൻ നമുക്ക് കഴിഞ്ഞു. എത്ര സന്തോഷകരമായൊരു വസ്തുതയാണ്. അതുകൊണ്ട് ഈ കർത്താവിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഓരോ നിമിഷവും ധൈര്യത്തോടെ ഉത്സാഹത്തോടു കൂടെ പോകുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ.